ഇപ്പോൾ ജോർജ് ജോസഫ് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, അനന്തൻ ഇപ്പോൾ പറഞ്ഞത് അങ്ങ് കേട്ടിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനൊരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ഒരു പടയൊരുക്കം അല്ലെങ്കിൽ അയാളെ നീക്കാനുള്ള സമ്മർദ്ദം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ്? ഇല്ല, അത് നമുക്കതിനകത്ത് കുറച്ചുകൂടെ വ്യക്തത വരാനുണ്ട്. കാരണം ആ കേസ് നമുക്ക് ഹൈക്കോടതി ഇടപെട്ട ശേഷമല്ലേ നമ്മൾ ശബരിമല കൊള്ള കണ്ടെത്തി, അല്ലെങ്കിൽ അത് പോകും. പക്ഷെ അവിടുത്തെ വിജിലൻസ് ഒരു SP അദ്ദേഹം കണ്ടെത്തിയിട്ട് അതിന് നടപടി എടുക്കാൻ പറ്റിയില്ല. ദേവസ്വം ബോർഡ് ബെഞ്ച് ഹൈക്കോടതി മാത്രം അവസാനം കൊടുത്തപ്പോഴാണ് നടപടി വന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന് ലോക്കൽ പോലീസിൽ കൊടുക്കാമായിരുന്നല്ലോ. കാരണം ഒരു തട്ടിപ്പ് വെട്ടിപ്പുണ്ടെങ്കിൽ ലോക്കൽ പോലീസ് അല്ലേ അന്വേഷിക്കുന്നത്. അത് അവിടുത്തെ ഒരു വിജിലൻസ് SP ഉണ്ടെങ്കിൽ ആ വിജിലൻസ് SP അത് അങ്ങേര് നടപടിയെടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് നടക്കുന്നില്ലെങ്കിൽ എന്താ മാർഗം? ഇന്ത്യയില് ലോക്കൽ പോലീസിൽ കൊടുക്കാമല്ലോ. അതിനവിടെ തടസ്സമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഹൈക്കോടതി ബെഞ്ചിനെ അറിയിക്കുക, അല്ലെങ്കിൽ ലോക്കൽ പോലീസിൽ കൊടുക്കാം. അപ്പൊ അതിലോട്ടൊന്നും വന്ന ആ തുടക്കത്തിൽ കണ്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയാണോ എന്ന് എനിക്ക് അത്ര കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അദ്ദേഹം അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോന്നും അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശശി വന്നു കഴിഞ്ഞപ്പോഴാണ് കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഇത്രയും ഡീപ്പായ കൊള്ളയാണ് ശബരിമലയിൽ നടന്ന് നമ്മൾ കണ്ടെത്തി. സ്വർണ്ണക്കൊള്ള നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനിയിപ്പം പൂജാദേവങ്ങളുടെ അവിടെ മുഴുവൻ കൊള്ളയാണല്ലോ. അതല്ലേ അവിടെ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത CPM-ലെ ആൾക്കാരൊക്കെ ശബരിമല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയാണ്. ദൈവവിശ്വാസം ഉള്ളവർ വരട്ടെ. പക്ഷെ അല്ലാത്തവർ അവിടെ ഒന്ന് ഇരിക്കുന്നത് എന്താണ്? സാമ്പത്തിക നേട്ടം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനകത്ത് എല്ലാവരും കൈയിട്ട് വായിച്ചിട്ടുണ്ട്. അവസാനം അയ്യപ്പന്റെ ആ സ്വർണ്ണ തകിട് വരെ അവിടുന്ന് അടിച്ചുകൊണ്ട് പോയി. ഇവിടെ ഇപ്പം CPM-ന്റെ ആളുകൾ മാത്രമല്ല, അതായത് നിലവിലെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടല്ലേ അവിടെ സ്വാധീനമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിൽ SP-ക്കെതിരായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത്. അത് സർക്കാർ ഇപ്പം പുതിയ സർക്കാരിന്റെ തീരുമാനം എല്ലാം പരിശോധിക്കണമല്ലോ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ എവിടെയാണ് തടസ്സം നിന്നത്, ആരാണ് തടസ്സം നിന്നത്? അത് ഗവൺമെന്റ് അതിനകത്ത് തടസ്സം നിന്നല്ലോ. ദേവസ്വം ബോർഡ് മന്ത്രിമാരെ ഒന്നും തൊടാൻ കൂടി പറ്റില്ലല്ലോ. അവരെയൊക്കെ ഒരു കർമ്മം കഴിക്കുന്ന പോലെ ചോദ്യം ചെയ്ത് വിടുകയായിരുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് വേണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഹൈക്കോടതിയുടെ സമ്മതത്തോടു കൂടി ഹൈക്കോടതി നിയോഗിച്ചതാണ് അവർ. ഹൈക്കോടതിയിൽ അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതി തന്നെ ബോധ്യപ്പെടുത്തിയിട്ട് ആ ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ച് വേണം അന്വേഷണ ഉദ്യോഗസ്ഥ അവരെ മാറ്റാമല്ലോ. എങ്കിലും അവസാന കാലഘട്ടത്തിലേക്ക് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിന് പോലും അത്ര തൃപ്തികരമായിരുന്നില്ല അന്വേഷണ രീതി. കാരണം അന്വേഷണം വേറെ പല്ലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച പോലെ ഒരു സംശയം അന്ന് നമ്മളെ പോലുള്ളവരൊക്കെ പറയുകയും ചെയ്തതാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് പരിശോധിക്കട്ടെ, ആഭ്യന്തരമന്ത്രി ഇത് പരിശോധിക്കട്ടെ, വിജിലൻസ് പരിശോധിക്കട്ടെ. ഈ നേരത്തെ ഉണ്ടായിരുന്ന അവിടുത്തെ വിജിലൻസ് SP ആ റിപ്പോർട്ട് എങ്ങോട്ട് ചാനൽ ചെയ്ത്, അത് ഒരു SP ആണല്ലോ. SP-ക്ക് അത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അവിടെ കൊടുക്കണമെന്നാണോ, അതോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് നടപടി എടുക്കാമോ, ഇല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷന് കൊടുക്കാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഗവൺമെന്റിന്. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ് പ്രതികരിച്ചതിന്. ആ തലത്തിലേക്കുള്ള പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്.